നാട്ടുകാരുടെ ദീർഘകാല ആവശ്യമായിരുന്ന എറണാകുളത്തെ മുളന്തുരുത്തി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായി. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പാലം മന്ത്രി മുഹമ്മദ് റിയാസാണ് നാടിന് സമർപ്പിച്ചത്. ലെവൽ ക്രോസുകളില്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പിറവം മണ്ഡലത്തിലെ ചോറ്റാനിക്കര മുളന്തുരുത്തി റോഡിലെ ലെവൽ ക്രോസ് നമ്പർ 12 പകരമായാണ് മേൽപ്പാലം പൂർത്തീകരിച്ചത്. ഇതോടെ ഗേറ്റ് അടച്ചിടുന്നതിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗത കുരുക്കിനാണ് പരിഹാരമായിരിക്കുന്നത്. മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുത്ത സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. RBDCKയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മുളന്തുരുത്തി മേൽപ്പാലം മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. ലെവൽ ക്രോസുകളില്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ഇതിന്റെ ഭാഗമായി പൂർത്തീകരിക്കുന്ന 8ാമത്തെ മേൽപ്പാലമാണ് മുളന്തുരുത്തിയിലേതെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. മുളന്തുരുത്തി റെയിൽവേ മേൽപ്പാലം വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8ാമത്തെ മേൽപ്പാലമാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. അതാണ് മുളന്തുരുത്തി ROB. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇത്രയധികം റെയിൽവേ മേൽപ്പാലങ്ങൾ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല. 8 മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി കഴിഞ്ഞു. 8 മേൽപ്പാലങ്ങൾ അന്തിമഘട്ടത്തിലാണ്. 2 വരി ഗതാഗതം സാധ്യമാകുന്ന രീതിയിൽ നിർമ്മിച്ച മേൽപ്പാലത്തിന് 530 മീറ്റർ നീളവും 9.50 മീറ്റർ വീതിയുമുണ്ട്. പാലത്തിനൊരു വശത്ത് നടപ്പാതയും ഇരുവശത്തും സർവീസ് റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.